നമസ്കാരം. പ്രധാന വാർത്തകൾ. മോഹൻലാൽ പ്രസിഡന്റ് ആകാനില്ല, അമ്മയിൽ തിരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാകില്ല എന്ന് മോഹൻലാൽ ഉറച്ചു പറഞ്ഞ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. അഡ്ഹോക് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെ പരിഗണിക്കേണ്ട എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. ബാബുരാജിനെതിരെ പീഡനാരോപണങ്ങളും കേസുകളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഒരു കൂട്ടം അംഗങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. BJP നേതാവ് N ശിവരാജിനെതിരെ പോലീസ് കേസ്. കാവിക്കൊടി ദേശീയ പതാകയാക്കണമെന്ന വിവാദ പരാമർശം നടത്തിയ BJP നേതാവ് N ശിവരാജിനെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. BNS 192 വകുപ്പ് പ്രകാരമാണ് കേസ്. പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രകോപന പരാമർശം നടത്തിയെന്നാണ് കേസ്. ചാലക്കുടിയിൽ 15 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. മേലൂർ സ്വദേശി പ്രജീഷിന്റെയും സിബിയുടെയും മകൾ ശ്രീനന്ദയാണ് മരിച്ചത്. +1 പ്രവേശനത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 3:30യോടെയാണ് സംഭവം. പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത്, MV ഗോവിന്ദന് താക്കീത് നൽകി പിണറായി വിജയൻ. CPM പ്രവർത്തക യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS CPM സഹകരണ വിവാദ പരാമർശത്തിലാണ് മുഖ്യമന്ത്രിയുടെ താക്കീത്. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വിവാദങ്ങളില്ലാത്ത പ്രചാരണ കാലമായിരുന്നു നിലമ്പൂരിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയമോ തോൽവിയോ പ്രശ്നമാക്കുന്നില്ല എന്നും പരമ്പരാഗത UDF മണ്ഡലമാണ് നിലമ്പൂരെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന സമിതി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരത്തായിരുന്നു യോഗം നടന്നത്. നാളെ ബസ് പണിമുടക്ക്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി വടകര പേരാമ്പ്ര റൂട്ടുകളിൽ നാളെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. തകർന്ന റോഡിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ് തൊഴിലാളി ഐക്യം എന്ന പേരിലാണ് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാര നടപടികൾ ഉണ്ടായില്ല എങ്കിൽ അടുത്ത ആഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളികൾ അറിയിച്ചു.